ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പൂരം കാണാൻ പോയാലോ? ഞാൻ റെഡി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ തൃശ്ശൂരോട്ട് പോവാണ് പൂരം കാണാനായിട്ട്. ഞാൻ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ KR പുരം സ്റ്റേഷനിലെത്തി. പിന്നെ ട്രെയിനിന് വേണ്ടി കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും എൻ്റെ മനസ്സിലൊക്കെ തൃശ്ശൂർ അപകടത്തിൽ മരിച്ചവരെ കുറിച്ചായിരുന്നു. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ അനുശോചനവും അവർക്കൊരു പ്രണാമവും. പിന്നെ പൂരം കാണുന്ന നല്ലൊരു എക്സൈറ്റ്മെന്റിലും കൂടെ ആയിരുന്നു ഞാൻ. രാവിലെ 6 മണിയായപ്പോൾ തന്നെ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. പിന്നെ റൂമിൽ കയറി കുളിച്ച് റെഡിയായി ഞാൻ നേരെ വടക്കുന്നാഥിന്റെ മുന്നിലോട്ട് നടന്നു. സോ നടന്നപ്പോഴേക്കും തന്നെ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പൂരത്തിനുള്ള ആനകളും പുറത്തുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും സന്തോഷമായി. അങ്ങനെ ആനയുടെ പരിസരത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞാൻ നേരെ തൊട്ടടുത്തുള്ള ഗണപതി കോവിലിൽ കയറി തൊഴുതു. അപ്പോഴേക്കും ചെണ്ടമേളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി രാവിലത്തെ ചെറുപൂരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ആദ്യത്തെ ചെറുപൂരമാണ് ഞാൻ ഇനി കാണാൻ പോകുന്നത്. 8 ചെറുപൂരങ്ങളാണ് ആദ്യം ഇവിടെ ഉള്ളത്. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഇവന്റ് കുടമാറ്റം നടക്കുന്നത്. ഈ ചെറുപൂരങ്ങളെ നമ്മൾ ഘടകപൂരങ്ങളെന്നും പറയാറുണ്ട്. അങ്ങനെ ആദ്യത്തെ പൂരം നടക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഞാൻ എത്തി. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ ഫ്രണ്ടിൽ കയറി വന്നു കാണാനായിട്ട്. ഒരുപാട് സന്തോഷമായി. ഇത്രയും ആനകളെ കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ പ്രത്യേക സന്തോഷമല്ലേ. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂർ പൂരം കാണാനായിട്ട് വരുന്നത്. കഴിഞ്ഞ തവണ വന്നെങ്കിലും കുടമാറ്റം മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ നേരത്തെ വന്നതും. അതുകൊണ്ട് രാവിലത്തെ ചെറുപൂരങ്ങളെല്ലാം കാണാനും പറ്റി. പൂരം കഴിഞ്ഞിട്ട് എല്ലാ ആനകളും ഒരുമിച്ച് തിരിച്ച് നടന്നു പോകുന്നത് കാണാൻ അതും ഒരു പ്രത്യേക ഭംഗിയാ. അതിനുശേഷം വടക്കുന്നാഥന്റെ മുന്നിൽ ശരിക്കും ഒരു ആൾക്കൂട്ടം. എന്തിനാന്നില്ലേ? ആനകൾ ഈ വാതിലിലൂടെ വരുന്നത് കാണാനാ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു വരവിന്. ആദ്യം വന്നത് നമ്മുടെ ശങ്കരൻകുളങ്ങര ഉദയൻ എന്ന് പറയുന്നൊരു ആനയാണ്. അതിൻ്റെ ഒരു വരവുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും നമുക്കും കൂടെ ആ ഒരു എനർജി കിട്ടും. വന്ന് നിന്നിട്ട് ആ തുമ്പിക്കൈ വീശി കാണിക്കുമ്പോൾ ശരിക്കും എല്ലാ ജനങ്ങളും ഒരു വല്ലാത്തൊരു ലെവലിലോട്ടങ്ങ് മാറി. ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാ ഇക്കണ്ട ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്നെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആനകളുടെ രാജാവെന്ന് വേണം പറയാൻ. ശരിക്കും പറയട്ടെ, ഈ തെച്ചിക്കോട്ട് രാമൻ എന്ന് പറയുന്നത് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ആനയാണെന്ന് എനിക്ക് വലിയ വിവരമില്ലാത്തത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ പേര് നല്ല ഫേമസ് ആണ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുമുണ്ട്, ഒരുപാട് അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇത് നേരിട്ട് ഫീൽ ചെയ്തത് ആദ്യമായിട്ടാണ്. ഇവന്റെ ഒരു വരവോട് കൂടി അവിടെയുള്ള ജനങ്ങളും എല്ലാം അങ്ങ് ഇളകി മറിഞ്ഞു. ശരിക്കും ഞാനൊരു വലിയ ആനപ്രേമിയല്ല. പക്ഷെ ആന വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവനെ കണ്ടതോട് കൂടി തന്നെ ഒന്ന് പറയട്ടെ, ഞാൻ ശരിക്കും ഒരു ആനപ്രേമിയായി മാറിയെന്ന് തന്നെ പറയണം. അത്രയ്ക്കും പ്രൗഢഗംഭീരമായ ഒരു ഒരു വരവാണ് ഈ തെച്ചിക്കോട്ട് രാമന്റെ. ശരിക്കും വന്നിട്ട് ആ തുമ്പിക്കൈ ഒന്ന് വീശിയപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ വേറെ ലെവല്. കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളെല്ലാരും ആർപ്പ് വിളിയോടുകൂടി രാമൻ രാമൻ എന്ന് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങൾക്ക് ഈ ആനയോടുള്ള ഒരു സ്നേഹം, റെസ്പെക്റ്റും ശരിക്കും ഒരു ഭയങ്കര ഐശ്വര്യം തന്നെയാണ് കാണാനായിട്ട്. ഒരു ഗണപതി മുന്നിൽ വന്ന് നിന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഫീല്. പിന്നെ അതിനുശേഷം കുറേ ആനകൾ ആ വാതിലൂടെ വന്നു. എല്ലാരും വന്നിട്ട് ആ മുന്നിൽ ഇങ്ങനെ നിരന്നു നിന്നു. പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ചെറുപൂരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചു നേരം അമ്പലത്തിന്റെ അകത്ത് കയറി. അവിടുന്ന് ഓരോ ആനകളെയും ചെറുപൂരത്തിനായിട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ വടക്കുന്നാഥിന്റെ ഉള്ളിലോട്ട് കയറുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു ചെറുപൂരം കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഓരോ പൂരത്തിന്റെ മുന്നിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ ഇടിച്ചു കയറി ഫ്രണ്ടിൽ നിന്ന് എന്നെ കാണാൻ പറ്റി. എത്ര മനോഹരമായ കാഴ്ചയാ. അത് മാത്രമല്ല ചെണ്ടമേളക്കാരുടെയൊക്കെ ഒരു എനർജി. എല്ലാവരും മതിമറന്ന് ലയിച്ച് നിൽക്കുകയാണ് ആ പൂരമേളത്തിന്റെ ഇടയ്ക്ക്. അതിനുശേഷം ഞാൻ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഒരു വൈകിട്ട് 4 മണിയോടുകൂടി കുടമാറ്റം കാണാനായിട്ട് ഞാൻ വന്നു. അപ്പോഴേക്കും പാറമേക്കാവിലിന്റെ പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരെയാണ് ഞാൻ നിന്നത്. എന്നാലും എനിക്ക് വളരെ വൃത്തിയായിട്ട് എല്ലാം കാണാൻ പറ്റി. പിന്നെ അവസരം കിട്ടുമ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഈ പൂരത്തിന് ഈ ചുമന്ന കുടയിലാണ് തുടക്കമിട്ടത്. ഇങ്ങനെ ഓരോ കുട മാറുമ്പോഴേക്കും ഓരോ ആനകളും ഫ്രണ്ടിലോട്ട് നടന്ന് നീങ്ങി നീങ്ങി വരുന്നുണ്ടായിരുന്നു. സോ ആ ഒരു കാഴ്ച പ്രത്യേക ഒരു രസം തന്നെയാണ്. എല്ലാവരും ഒരേപോലെ നടന്നു വരുന്നത് കാണാനായിട്ട്. ശരിക്കും ജനങ്ങളും ഒരുപാട് ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു ഓരോ തവണ കുട മാറ്റുമ്പോൾ. ശരിക്കും ആ കുട മാറ്റുക എന്ന് പറയുന്നത് എന്ത് രസമാണ് അത് കാണാനായിട്ട്. ശരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു കുടമാറ്റം നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ആനകൾ ഫ്രണ്ടിലോട്ട് നടന്ന് നീങ്ങി
ആ മെയിൻ റോഡിന്റെ സൈഡിലോട്ട് ചെന്ന് നിൽക്കുക. അതായിരുന്നു. അതിനുശേഷം തിരുവമ്പാടിയുടെ 15 ആനകളും ഓരോന്നായി ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ശരിക്കും ആൾക്കാരെല്ലാരും ഒരു ആർപ്പ് വിളിയോട് കൂടി അങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ആദ്യം ഈ ചുമന്ന കുടയിൽ തുടക്കമിട്ടത്. പിന്നെ കുറെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു കുടകൾ ഇങ്ങനെ മാറ്റി തുടങ്ങിയത്. ഒരു പ്രത്യേക രസം തന്നെയാണ് കാണാനായിട്ട്. അതിനുശേഷം ഓരോ കുടകളിങ്ങനെ മാറ്റുമ്പോൾ ജനങ്ങളുടെ ഒരു ആർപ്പുവിളി, ശരിക്കും നമുക്കും കൂടെ ആ ഒരു എനർജി കിട്ടും. സത്യം പറയാലോ, ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഇത്രയും എനർജി തരുന്ന ഒരു ഫെസ്റ്റിവല് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. കാര്യം അത്രയ്ക്കും ഒരു സന്തോഷം, നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും കൂടെയാണ് ഈ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ഒരേ യൂണിറ്റിയോട് കൂടി വന്ന് ഈ പൂരം കാണാൻ വരുന്നത്. അത് തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. വീണ്ടും ഒരു അരമണിക്കൂറോളം കുടമാറ്റം ഉണ്ടായിരുന്നു. പല പല കളറിലായിട്ട് കുടകൾ മാറ്റുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കാണാനായിട്ട്. സോ, യൂഷ്വലി രാത്രി വരെ ഇത് പോകുന്നതാണ്. പക്ഷെ അറിയാലോ, ഇത്തവണ എല്ലാ പൂരങ്ങളും ഒന്ന് സമയം കുറച്ചിട്ടുണ്ട്. ഒരു ദുഃഖസൂചകമായിട്ട്. പ്രത്യേകം എടുത്തു പറയണം, പാറമേക്കാവിന്റെ ഓരോ കുടകളും സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ ദുഃഖവും കൂടെ ആയിട്ടാണ്. അടുത്ത വർഷം എല്ലാം സന്തോഷമായിട്ട് പൂർണ്ണമായിട്ട് നടക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ പൂരം ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ശരിക്കും പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാനും പറ്റി. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ മാക്സിമം ഇടിച്ചു കയറി നല്ല ഫ്രണ്ടിൽ തന്നെ നിന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും ആൾക്കാരുടെ എനർജിയിൽ നമ്മൾ ശരിക്കും അങ്ങ് ഭയങ്കര തുള്ളിച്ചാടി അങ്ങ് മതിമറന്ന് നിന്ന് പോകും. അതാണല്ലോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എല്ലാ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് തൃശ്ശൂർ പൂരം. ശരിക്കും എന്താ പറയാ, ഓരോ പൂരം കഴിയുമ്പോഴും അടുത്ത പൂരത്തിനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ പൂരം എല്ലാം കഴിഞ്ഞു. ഞാൻ പിന്നെ പുറത്തിറങ്ങി ലൈറ്റ്സും സ്റ്റാളും കുറേ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നടന്ന് കണ്ടു. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഞാൻ കേറിയില്ല. എന്നാലും ജസ്റ്റ് ആ പരിസരങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോഴേക്കും പുറത്തിറങ്ങിയപ്പോൾ ഒരു എഴുന്നള്ളത്തുണ്ടായിരുന്നു. എഴുന്നള്ളത്ത് കാണാൻ ഇഷ്ടമായതുകൊണ്ട് അതും കണ്ടിട്ട് ഞാൻ നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. ഇതായിരുന്നു എൻ്റെ പൂരവിശേഷങ്ങൾ. നിങ്ങളുടെയോ?